ഓം ശാന്തി. ദേവിയെ അഷ്ടഭുജാധാരിയായിട്ട് കാണിക്കാറുണ്ട്. ആ അഷ്ടഭുജകൾ അഷ്ടശക്തിയുടെ പ്രതീകമാണ്. എല്ലാവരുടെ ഉള്ളിൽ ഈ അഷ്ടശക്തികളുണ്ട്. നമ്മൾ എത്രമാത്രമാണ് സ്പിരിച്വൽ നോളജ് സ്റ്റഡി ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ ആ സ്പിരിച്വൽ നോളജ് പ്രാക്ടിക്കൽ ആക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, അത്രയും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഷ്ടശക്തികളെ ഉണർത്താൻ പറ്റും. അതിൽ ആദ്യത്തെ ശക്തിയാണ് പവർ ടു വിഡ്രോ, അല്ലെങ്കിൽ വിസ്താരത്തെ സങ്കീർണം ചുരുക്കാനുള്ള ശക്തി, ഡിറ്റാച്ച് ആവാനുള്ള ശക്തി. നമ്മളെല്ലാം ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്ത് ഫോക്കസ്ഡ് അല്ല, ചുറ്റുമുള്ള കാര്യങ്ങളിൽ സ്പ്രെഡായിട്ടാണ് ഇരിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ മൊത്തം. അപ്പം പവർ ടു വിഡ്രോ പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിന് ഉൾവലിച്ച് ആത്മചിന്തനയിലോട്ട് ഫോക്കസ് ചെയ്യാം. ഈ ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഉൾവലിയാനുള്ള ശക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ആമയുടെ എക്സാമ്പിൾ നോക്കാം. ഒരു ആമ പുറത്തുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ സേഫ് അല്ലെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുന്നത്, കൈയും തല എല്ലാം ഉൾവലിച്ച് ആ ഷെല്ലിൻ്റെ അകത്താക്കും. അപ്പോൾ ആ ഷെല്ലിൻ്റെ അകത്ത് ആ ആമ സേഫാണ്. പുറമേ എന്ത് വന്നാൽ പോലും, ഏതെങ്കിലും മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ പോലും ആ ആമയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ബിക്കോസ് എല്ലാം കൈയും കാലും തല എല്ലാം ഉൾവലിച്ച് ആ ഷെല്ലിൻ്റെ അകത്ത് സേഫാണ്. അപ്പം ചുറ്റുമുള്ള കാര്യത്തിൻ്റെ പ്രഭാവം ആമയുടെ മുകളിൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പുറമേ ഉള്ള സിറ്റുവേഷൻ ഇപ്പം അത്ര നല്ലതല്ല, കുറച്ച് നെഗറ്റീവാണ്, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ മനസ്സിൻ്റെ സ്ഥിതിയും കുറച്ച് നെഗറ്റീവാണ്. അവർ നമ്മളോട് നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ എല്ലാ കാര്യങ്ങളിൽ നിന്ന് മെൻ്റലി ഡിറ്റാച്ച് ആവാനുള്ള പവറാണിത്. ദിവസം മൊത്തം നമ്മളെല്ലാം ജോലി കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ആ സമയത്തും നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്ത് ഫോക്കസ്ഡ് അല്ല. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളുടെ ചിന്തനം നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കും. മൈൻഡിന് റെസ്റ്റ് കിട്ടത്തില്ല. ആൻഡ് ചിലപ്പം ഭയങ്കര ടെൻഷനാണെങ്കിൽ ആ സമയത്ത് ഈവൻ ഉറങ്ങുവാണെങ്കിൽ പോലും മനസ്സിന് റെസ്റ്റ് കിട്ടാറില്ല. ബോഡിക്ക് റെസ്റ്റ് കിട്ടും, മനസ്സിന് റെസ്റ്റ് കിട്ടത്തില്ല. നമ്മളെല്ലാം ജോലി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും ഇടയ്ക്ക് ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഉൾവലിച്ച് ആത്മചിന്തനയിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ, ആത്മാവിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ശാന്തസ്ഥിതി ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിൽ വരുന്ന ഓരോരോ തോട്ട്സിന് ഡിറ്റാച്ചായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ സങ്കല്പങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിറ്റാച്ച്മെൻറ്റ് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മളതിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മൾ വിചാരിക്കും ഡിറ്റാച്ച്മെൻറ്റ് പറയുമ്പോൾ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക, ഡിസ്കണക്റ്റ് ആവുക, ഡിറ്റാച്ച് ആവുക. അതിൻ്റെ അർത്ഥം സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ആൾക്കാരിൽ നിന്ന് നമ്മൾ ദൂരെ ആവുക. പക്ഷെ അതല്ല ഡിറ്റാച്ച്മെൻറ്റ് അർത്ഥം. ഡിറ്റാച്ച്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഇമോഷണലി ആരുടെയും മുകളിൽ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, ഡിറ്റാച്ച്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സയാമീസ് ട്വിൻസ് അല്ലെങ്കിൽ സയാമീസ് ഇരട്ടകൾ, അവരുടെ എക്സാമ്പിൾ എടുക്കാം. അവർ ഫിസിക്കലി അറ്റാച്ച്ഡ് ആണ്. ചിലപ്പോൾ സയാമീസ് ട്വിൻസ് പറയുമ്പോൾ അവരുടെ കൈ, അല്ലെങ്കിൽ ചിലപ്പം വയറ്, അല്ലെങ്കിൽ ചിലപ്പോൾ തല അറ്റാച്ച്ഡ് ആയിരിക്കും, ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണ്? അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ മറ്റേ ട്വിന്നിന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരിക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സയാമീസ് ട്വിൻസ് അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? സർജറി ചെയ്തിട്ട് അവർ ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരോടെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആണെങ്കിൽ, യൂഷ്വലി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട്, നമ്മുടെ ഫ്രണ്ട്സായിട്ട്, അവരായിട്ട് ഇമോഷണൽ അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അങ്ങനെ അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഞാനും വിഷമിച്ചിരിക്കും, അവർ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഞാനും ദേഷ്യപ്പെട്ടിരിക്കും, അവർ എന്നിൽ നിന്ന് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാനും പിണങ്ങിയിരിക്കും.
അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ ലൈഫ് കംഫർട്ടബിൾ ആയിരിക്കുമോ? എപ്പോഴും ലൈഫിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറും. ഒരാളുടെ ബിഹേവിയർ മാറുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ ബിഹേവിയറും മാറും. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ബിഹേവിയർ അങ്ങനെ നല്ലതും ചീത്ത അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ സ്ഥിതി അങ്ങനെ ആയിരിക്കും. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ കൺട്രോൾ നേടാൻ സാധിക്കത്തേയില്ല. അതുമാത്രമല്ല, അവർക്കും അവരുടെ മനസ്സിൻ്റെ ലോ സ്റ്റേറ്റിൽ അവർക്കും സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മളിപ്പം ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ, അപ്പോൾ എന്താണ്, ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പോസിറ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് അവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത്, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, നമ്മൾ ആ സമയത്ത് സ്റ്റേബിളാണ്, പീസ്ഫുള്ളാണെങ്കിൽ നമുക്ക് ആ ശാന്തി അവർക്ക് കൊടുക്കാൻ പറ്റും. ആ ടെൻഷനിൽ നിന്ന് അവരുടെ ടെൻഷൻ മാറ്റാൻ പറ്റും. ഒരാൾ നമ്മളിൽ നിന്ന് പിണങ്ങിയിരിക്കുകയാണ്, പക്ഷേ നമ്മൾ ഭയങ്കര ലവ്ഫുള്ളാണെങ്കിൽ അവരുടെ ആ പിണക്കം നമുക്ക് മാറ്റാൻ പറ്റും. റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാരണം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, ഹേർട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഒരു റോങ് ബിലീഫ് സിസ്റ്റമാണ് ദറ്റ് അറ്റാച്ച്മെൻറ്റ് അർത്ഥമാണ് സ്നേഹം. അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹമില്ല. പക്ഷേ അറ്റാച്ച്മെൻറ്റിൻ്റെ അർത്ഥം സ്നേഹമല്ല. അറ്റാച്ച്മെൻറ്റ് അർത്ഥം ഹേർട്ടാണ്. അറ്റാച്ച്മെൻറ്റ് അർത്ഥം നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്, ഇങ്ങനെ ആവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുവാണെങ്കിൽ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഹേർട്ടാവും, പിന്നെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അറ്റാച്ച്മെൻറ്റ് കാരണമാണ് പലപ്പോഴും വഴക്കുണ്ടാവുന്നത്, നമ്മൾ ഹേർട്ടാവുന്നത്, പിന്നെ ആ ഹേർട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റും. അവരുടെ ബിഹേവിയർ എങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് അവരുടെ മനസ്സിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഡിറ്റാച്ച്ഡായി അവർക്ക് സ്നേഹം, റെസ്പെക്റ്റ്, ആക്സെപ്റ്റൻസ് കൊടുക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്സെപ്റ്റൻസ്, അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പവർ നമുക്ക് പവർ ടു വിഡ്രോയിൽ നിന്നാണ് കിട്ടുന്നത്. ഉൾവലിയാനുള്ള ശക്തി, സ്പിരിച്വൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ ശക്തിയാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഒന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആരോടാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ്, അവരെന്തെങ്കിലും പറഞ്ഞു, ആരോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, അവരുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞു, നമ്മൾ അതിൽ നിന്ന് ഹേർട്ടായി, പിന്നെ നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ സ്നേഹിക്കുകയാണോ? അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവർ ടെൻഷനിലാണ്, അവരായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ എനിക്കും ടെൻഷൻ വരും, പിന്നെ എന്നിൽ നിന്നും ടെൻഷൻ്റെ എനർജിയാണ് അവർക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവർക്ക് സപ്പോർട്ടും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരായിട്ട് ഇമോഷണൽ അറ്റാച്ച്ഡ് ആണെങ്കിൽ അറിയാണ്ട് തന്നെ നമ്മളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പവർ ടു വിഡ്രോ അല്ലെങ്കിൽ ഉൾവലിയാനുള്ള ശക്തിയുടെ പ്രതീകമാണ് പാർവതി ദേവി. പാർവതി ദേവീനെ ശൈലപുത്രി എന്നും വിളിക്കാറുണ്ട്. ശൈലപുത്രി പറയുമ്പോൾ പർവ്വതപുത്രി. എന്തുകൊണ്ടാണ് പർവ്വതപുത്രി അങ്ങനെ വിളിക്കുന്നത്? ബിക്കോസ് പർവ്വതം ഭയങ്കര ഉയർന്ന സ്റ്റേറ്റാണ്. നമ്മളുടെ ശ്രദ്ധ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന്, നമ്മളുടെ മനസ്സിനെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഉൾവലിച്ച് ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ, ആത്മാവിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് വളരെ ഉയർന്ന സ്റ്റേറ്റിലാണ്. ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ചായി ഭയങ്കര ഉയർന്ന സ്റ്റേറ്റിലാണ്. ആ ഉയർന്ന സ്റ്റേറ്റിലിരുന്ന് നമ്മൾ എന്ത് ചിന്തിച്ചാൽ, ഏത് സങ്കല്പം എടുത്താൽ ആ സങ്കല്പം നടക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദേവിയുടെ ഭക്തി ചെയ്യുമ്പോൾ ഇച്ഛിച്ച ഫലം നമുക്ക് കിട്ടും. നമ്മുടെ ആഗ്രഹം എന്താണ്, നമുക്ക് ആ പ്രാപ്തി ഉണ്ടാവും. എന്തുകൊണ്ട്? ബിക്കോസ് ദേവി ശൈലപുത്രിയാണ്, സദാ ഉയർന്ന സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല പർവ്വത് പറയുമ്പോൾ മൗണ്ടൻ പോലെ അത്ര സ്റ്റേബിളാണ്. നമ്മളങ്ങനെ ശ്രദ്ധ ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി സ്റ്റേബിളാണ്. ചുറ്റുള്ള സാഹചര്യം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയെ അതിന് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അത്ര പർവ്വതം പോലെ സ്റ്റേബിളായിട്ടുള്ളൊരു മൈൻഡ്. പർവ്വതി പറയുമ്പോൾ പരിവർത്തന ശക്തിയുമുണ്ട്. ചുറ്റുമുള്ള സിറ്റുവേഷനിൽ നിന്ന് ഡിറ്റാച്ച് ആകുമ്പോൾ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റത്തുള്ളൂ. നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും സിറ്റുവേഷന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. പക്ഷേ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ആ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, സാഹചര്യം അങ്ങനെയാണ്, ഞാൻ എന്നെ ചേഞ്ച് ചെയ്യും. എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ട്, അത് കാരണമാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്, ഞാനത് ചേഞ്ച് ചെയ്യും, ഞാൻ ചേഞ്ച് ആവാൻ വേണ്ടി റെഡിയാണ്. നമ്മളങ്ങനെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ, പരിവർത്തനം ചെയ്യുമ്പോഴാണ് സാഹചര്യങ്ങളിലും പിന്നെ ചുറ്റുമുള്ള ആൾക്കാരുടെ ബിഹേവിയറിലും ചേഞ്ച് വരുന്നത്. അപ്പം പാർവതി ദേവി പറയുമ്പോൾ പർവ്വതം പോലെ സദാ സ്റ്റേബിൾ, ഉയർന്ന സ്റ്റേറ്റിലിരിക്കുന്ന, ആൻഡ് ആ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ആ ഉയർന്ന മനസ്സിൻ്റെ സ്ഥിതിയിൽ ഇരുന്നിട്ട് എന്ത് സങ്കല്പമാണ് എടുക്കുന്നത് അത് നടക്കും. അതുമാത്രമല്ല പരിവർത്തന ശക്തിയുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ശക്തിയുണ്ട്. നമ്മളാദ്യം ട്രാൻസ്ഫോം ആകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത്. അതുമാത്രമല്ല പാർവതി ദേവി ഒരിക്കലും തപസ്യ ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോകത്തില്ല. മഹാദേവൻ പോകാറുണ്ട്, പക്ഷേ പാർവതി ദേവി അവിടെ തന്നെ നിന്ന് എല്ലാം ജോലി കർത്തവ്യം ചെയ്ത് അവിടെ തന്നെ നിന്നിട്ട് തപസ്യ ആയിട്ട് കാണിക്കുന്നത്. അർത്ഥം എന്താണ്? ഡിറ്റാച്ച് ആവാൻ വേണ്ടി നമുക്ക് ആൾക്കാരെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ജോലി കർത്തവ്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫാമിലി ലൈഫിൽ തന്നെ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഫാമിലി ലൈഫിൽ തന്നെ ഫാമിലിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്പിരിച്വൽ പവേഴ്സ് ഉള്ളിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. യൂഷ്വലി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ, ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും വഴക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഒത്തിരി ടെൻഷൻ, വർക്ക് ലോഡ് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് അതിൽ നിന്ന് മെൻ്റലി ഡിറ്റാച്ച് ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ആ സ്ഥലം അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഒത്തിരി ടെൻഷനൊക്കെ ആണെങ്കിൽ ലീവ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോകും. പക്ഷേ വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും വർക്ക് പ്ലേസിൻ്റെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പോഴും അതിൽ നിന്ന് സെപ്പറേറ്റ് അല്ല. അതുമാത്രമല്ല, ഇപ്പം ചിലരായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി, അപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യും, അവരിൽ നിന്ന് ദൂരെ പോവുക. ആക്ച്വലി ദൂരെ പോകേണ്ട വ്യക്തിയിൽ നിന്നല്ല, പക്ഷേ നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ദൂരെ പോകാൻ വേണ്ടി നമുക്ക് ഫിസിക്കലി ദൂരെ പോകേണ്ട ആവശ്യമില്ല. മെൻ്റലി നമുക്ക് ആ നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്ന് സെപ്പറേറ്റ് ആവാൻ പറ്റും. നമ്മളുടെ ഫോക്കസ് ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ അടുത്ത് 24 hours പവർ ടു വിഡ്രോ അല്ലെങ്കിൽ ഉൾവലിയാനുള്ള ശക്തി പ്രാക്ടീസ് ചെയ്യാം. എങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ പോലും, ആരെന്ത് പറഞ്ഞാൽ പോലും, ഞാൻ എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആക്കും. എൻ്റെ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ, എൻ്റെ മനസ്സിന് ഞാൻ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉൾവലിച്ച് ഉള്ളിലോട്ട്, ആത്മാവിലോട്ട് ഫോക്കസ് ചെയ്യും. ഞാൻ ശക്തിശാലി ആത്മാവാണ്, എനിക്ക് ഉൾവലിയാനുള്ള ശക്തിയുണ്ട്, മെൻ്റലി ഡിറ്റാച്ച് ആവാനുള്ള ശക്തിയുണ്ട്. ബാഹ്യമായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനുള്ള ശക്തിയുണ്ട്, സ്റ്റേബിളായിരിക്കാനുള്ള ശക്തിയുണ്ട്. എങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പോലും എനിക്ക് എല്ലാവരോടും വളരെ റെസ്പെക്റ്റ്ഫുള്ളിയും സ്നേഹത്തോട് പെരുമാറാനുള്ള ശക്തിയുണ്ട്. ബിക്കോസ് ഞാൻ എല്ലാവരിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. ഞാൻ എൻ്റെ ഇന്നർ പവേഴ്സായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ അടുത്ത 24 hours നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാം. നാളെ അടുത്ത ശക്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓം ശാന്തി.